ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും റംസാൻ മുബാറക്ക് കേട്ടോ. അപ്പോൾ പെൽച്ചക്ക് എണീറ്റതാണേ. 4 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. കാരണം രാത്രി ചോറും ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കിടന്നിരുന്നത്. അതാണ് കേട്ടോ ഇങ്ങനത്തെ കോല ഉറക്കത്തിൻ്റെ ഇത് മാറിയിട്ടില്ല. രാവിലെ എണീറ്റ് ചായക്കുള്ള പാലൊക്കെ വെച്ചു കേട്ടോ. ഞാനും ഭാവിയും മാത്രമേ ചായ കുടിക്കുള്ളൂ, അവർക്കൊന്നും വേണ്ട. പിന്നെ ഇത് ചിക്കൻ്റെ പാർട്സാണ് കേട്ടോ. നമ്മൾ തലേന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. വൈകുന്നേരം ചിക്കൻ പാർട്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. കുട്ടികൾക്ക് അത് മതിയായിരുന്നു. പിന്നെ ബാക്ക് എന്താണ് വത്തലില്ലേ, വത്തലിങ്ങനെ വറ്റിച്ചതാട്ടോ. അരപ്പ് ചേർത്ത് വറ്റിക്കൂലേ, അങ്ങനെ ഉള്ളി വയറ്റാതെ അരപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വത്തലിൻ്റെ കറിയാണ് കേട്ടോ. കറിയല്ല ഇങ്ങനെ ഒരു കുറുകിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മതി. അത് ചോറാണ്, ഫസ്റ്റത്തെ ദിവസം ചോറാണ്, പിന്നെ ചോറില്ല. അതുകൊണ്ട് പിന്നെ മാന്തൾ പൊരിച്ച് വെച്ചേക്കുന്നു വൈകുന്നേരം. എനിക്കും ബാക്കും മാത്രമാണ്. കുട്ടികൾക്ക് ആ ചിക്കൻ പാർട്സും പിന്നെ അവർക്ക് അതിൻ്റെ കറി ഉണ്ടല്ലോ, കറിയും കൂട്ടിയിട്ടോ അവർ കഴിക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഓരോരുത്തരെ വിളിക്കുന്നതാണ് പാട്. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് ആക്കി വെക്കാം. അപ്പോൾ തജൂസ്കരിക്കുക കേട്ടോ. നേരത്തെ എണീറ്റ് തജൂസ്കരിക്കുകയാണ്. പിന്നെ അല്ലൂനെ വിളിക്കണം പശ്ചാത്തലല്ലേ. അപ്പം അങ്ങനെ അവളെ വിളിക്കാൻ ചെന്നാണ് കേട്ടോ. അവളെ വിളിക്കുമ്പോൾ ഇവനെ ഉണരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്താണ് ഒന്നാ പിന്നെ തീർന്ന് പിന്നെ ഒരു കുറുമ്പേകാരം ആ സമയത്തൊക്കെ എണീക്കുമ്പോൾ. അങ്ങനെ അല്ലൂനെ മെല്ലെ വിളിച്ച് പിന്നെ മുത്തൂട്ടിനെ വിളിച്ച് ഒക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ഒരു 4:15 4:30 ആയിട്ടുള്ളേ. അപ്പോൾ പിന്നെ നല്ല ഉറക്കാണല്ലോ. അങ്ങനെ അവളെയും വിളിച്ചു കേട്ടോ. പിന്നെ പൊന്നു എണീറ്റിരുന്നു കേട്ടോ. പൊന്നു പഠിക്കുകയാണ്. അവളിൻ്റെ മുന്നേ എണീറ്റ് 2 മണിക്ക് എണീറ്റ് പഠിക്കട്ടെ. മോഡൽ എക്സാം അല്ലേ. അപ്പോൾ അവൾ ആ സമയത്ത് എണീറ്റ് പഠിക്കും. പിന്നെ അവളാണ് വന്ന് ഉണർത്തിക്കണം. കാരണം ഫോൺ അവൾ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നല്ല റെഡിയാക്കി വെച്ച് അവരെ വിളിച്ച് അവരൊന്ന് സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഞാനും ബായും മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ ലൈറ്റ് ഇട്ട് തന്നിട്ടുണ്ട് വീടിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാത്രി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് അല്ലൂന് ചോറ് ഓളെന്നെ വാരിക്കോളാന്ന് പറഞ്ഞ് ചോറ് വാരി ഓളെന്നെ കഴിച്ചിട്ടോ. പിന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാനും കഴിച്ചേ. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് രാവിലെ വരുമ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു മന്ദപ്പാണ്. നേരത്തെ എണീക്കേണ്ടി വരും, കാരണം ചെക്കന് ഒരു വേഗം എണീക്കുമല്ലോ. 5 മണിയാകുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കി വന്ന് സോഫയിൽ ഇരുന്നിക്കണം കേട്ടോ. പൊന്നു വായിക്കലാണ് ഫോണത്തോണ്ടല്ലാണ്. ഇവള് പിന്നെ ഇവിടെ കിടന്നിക്കണേ. അങ്ങനെ ഞാനും കുറച്ച് കുറുകാനൊക്കെ ഓതി. പിന്നെ ഇവിടെ മുത്തുട്ടി ആടുണ്ട് കേട്ടോ. ഓള് മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. ഓളും ഭാവി മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. ഭാഗത്തവിടെ നിൽക്കണ്. ഓള് മുറ്റത്ത് ഊഞ്ഞാലാടാണ് കേട്ടോ. കാണുന്നുണ്ട് അവർ. ഇരുട്ട് മാത്രമല്ല, ആ ഭാഗത്തേക്ക് ലൈറ്റ് അടുക്കളൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇടണം. അങ്ങനെ കുറേ ചർച്ച കേട്ടോ ഓല് രണ്ടാളും. അത് കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ച് നമ്മളേ അപ്പം തന്നെ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കിടക്കാഞ്ഞാൽ പിന്നെ രാവിലെ ഇവരൊന്നും എണീക്കാൻ മടിയായിരിക്കും കേട്ടോ. ആ സമയത്ത് കിടന്നാൽ, കാരണം മദ്രസൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടാണ് കിടക്കണം. 5:45 ഓല് നിസ്കരിക്കണം. അപ്പോൾ നിസ്കരിപ്പിച്ചാതെ കിടന്നുള്ള പിന്നെ ഗതിയായിട്ടാണ് രാവിലെ എണീറ്റ്. അല്ലെങ്കിൽ ചോറ് തിന്ന പാടുണ്ട് ചിലർക്കൊക്കെ ഒരു വേഗം ചെന്ന് കിടക്കൽ. അത് ശരിയാവില്ല. അപ്പം അങ്ങനെ ഓലൊക്കെ നിസ്കരിച്ച് പിന്നെ രാവിലെ ഒരു 8 മണിക്കാട്ടെ ഞാൻ എണീക്കണേ. ഇവൻ കുറച്ച് നേരത്തെ എണീറ്റിനി എന്തൊക്കെയോ കളിയിലായിരുന്നു. പിന്നെ അവനക്ക് ബ്രെഡ് പൊരിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു 11 മണിയാക്കുമ്പോൾ പുറത്ത് പോയി. ബാങ്കിൽ പോവാണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബാങ്കിൽ പോകണായിട്ട് സ്കൂട്ടിമ്മലാണ് പോണത്. അങ്ങനെ ബാങ്കിലൊക്കെ പോയി വന്നപ്പോഴത്തേന് നമുക്കൊരു കൊറിയർ വന്നിരുന്നു കേട്ടോ. ഞാൻ നോമ്പാവുമ്പോഴത്തേന് കിട്ടണം കരുതിയിട്ട് ഓർഡർ ചെയ്തേ കേട്ടോ മീഷോന്ന്. ഈ 2 വലിയ ബോട്ടിൽ 1.5 ലിറ്ററിൻ്റെ കേട്ടോ ബോട്ടിൽ, 2 ബോട്ടിലും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടേക്കുന്ന 2 ബോട്ടിൽ. പിന്നെ അതായത് എണ്ണ അങ്ങനെ ഒഴിച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അപ്പത്തേക്കൊക്കെ ഇതാക്കുന്ന ആ ബ്രഷുണ്ട്. പിന്നെ മറ്റേ ഒരു ബ്രഷ് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതും കിട്ടി. അപ്പോൾ ഞാൻ ചിക്കൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാട്ടോ പോയിരുന്നേ. അല്ലെങ്കിൽ വരുമ്പോഴത്തേന് ഇട്ടിട്ട് പിന്നെ ആവൂല. വന്നപ്പോൾ 1:45 സമയം കേട്ടോ. ആ ബാങ്കിൽ ഭയങ്കര തിരക്കിയിരുന്നേ. പിന്നെ ഓനക്ക് കഞ്ഞി കൊടുത്ത്, എന്തെങ്കിലും ഉറക്കമൊന്നും ഉണ്ടാവില്ല, എന്നാലും കഞ്ഞി കൊടുത്ത് ചിക്കനൊക്കെ ഒന്ന് കഴുകി വാരി വെച്ച് പിന്നെ ഉള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് പൊളിച്ചാൽ നിന്നിട്ടോ. എല്ലാവരും നോമ്പിൻ്റെ മുന്നേ എല്ലാം ഇങ്ങനെ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടൊക്കെ വെക്കും, ഇല്ലെങ്കിൽ അരിഞ്ഞിട്ടൊക്കെ വെക്കൂലേ, അല്ലെങ്കിൽ പേസ്റ്റൊക്കെ ആക്കിയിട്ട് വെക്കും. എനിക്കതൊന്നും പറ്റില്ല. അപ്പത്തിനപ്പം അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ വെള്ളം വെക്കാൻ മറന്നിരുന്നു, തണുത്ത വെള്ളം. വൈകുന്നേരം എല്ലാവർക്കും നോമ്പ് തുറന്നാവാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സമൂസക്കുള്ള കേങ്ങ് കേട്ടോ. കേങ്ങ് ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അടിച്ചെടുത്തു. ഇത് ചിക്കൻക്കും സമൂസക്കും ഞാൻ എന്തായിട്ടെന്ന് വെച്ചാൽ ഉള്ളി അപ്പം തന്നെ അത് വയറ്റുമ്പം സമൂസക്ക് എടുത്ത് വെക്കലാട്ടോ. ഉള്ളിയും തക്കാളി. അപ്പോൾ തക്കാളിൻ്റെ തൊലി കളഞ്ഞിട്ടാട്ടോ ഞാൻ വയറ്റാടൽ. അങ്ങനെ ആക്കുമ്പോൾ എന്തോ വെച്ചാൽ ഈ സമൂസ ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തക്കാളിൻ്റെ തോലി ഇങ്ങനെ നീങ്ങി വരും. അത് ശരിയാവില്ലല്ലോ കടിക്കുമ്പോൾ. അങ്ങനെ അത് വിചാരിച്ചിട്ട് തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടച്ചിട്ട് ഇതിന് കുറച്ച് സമൂസക്ക് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ആ കിഴങ്ങും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അതിന് ചിക്കൻ എടുക്കാലാട്ടോ. ഒക്കെ എളുപ്പമാണ്, കാരണം ഒറ്റയ്ക്കല്ലേ.
ഒറ്റക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ എളുപ്പപ്പണിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ തരി ഇല്ല റവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഒറ്റ ഒരാൾക്കും വേണ്ട, എനിക്ക് ഒറ്റക്കാട്ടോ. അതിൽ ഞാൻ പോരുമ്പം അച്ചാർ വാങ്ങിയിട്ട് ഇതിൻ്റെ രസം, കുപ്പിൻ്റെ രസം കണ്ടുണ്ടോ, 10 രൂപ എൻ്റെ തോന്നുന്നുണ്ട്. മാങ്ങച്ചാറാട്ടോ, ആരും കൊതിയൂടല്ലി പഠിച്ചോനെ. അങ്ങനെ അത് വാങ്ങി. പലിച്ചക്ക് ഞാൻ ചോറാട്ടോ, അല്ലാത്തവർക്ക് ഇനിയിപ്പോൾ രണ്ടാമത്തെ നോമ്പ് മുതലൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് സേമിയയും കൂടെ ഇട്ട് പഞ്ചസാര ഇട്ട് വേവിച്ച് മാറ്റി വെക്കൂട്ടോ. ഇപ്പോഴും ഞാൻ റെഡിയാക്കൂല. പിന്നെ ഇതിലേക്കുള്ള സമൂസയ്ക്കുള്ള ആ ഉള്ളിക്കും തക്കാളിക്കും നമ്മൾ ആ കേങ്ങും കൂടെ ഇട്ടിട്ട് കുറച്ച് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിക്കുള്ള വെള്ളം വെച്ചു. ആകെ ബഹളമാണ് ഒറ്റക്കായിട്ടേ. അതിക്ക് എത്ര പൊടി എടുക്കേണ്ടതെന്ന് സംഭവം എനിക്കറിയണില്ല. 3:30 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പത്തിരിണ്ടായി, 2 ദിവസം നിന്നാളെ പത്തിരിണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ 3:45 ആയപ്പോൾ ഞാൻ അതൊക്കെ പത്തിരിക്ക് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ചൂടാറട്ടെ എന്ന് വിചാരിച്ച് വെച്ച് പോകുന്നതാണ്. ഇപ്പോൾ നിസ്കരിച്ചിട്ടാണ്ട് ഇറങ്ങാന്ന് വെച്ച് നിസ്കരിച്ച് പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നു. ആദ്യം ബാവിനോട് തെറ്റിയിട്ടേ ബാവ് അവിടെ ബെഡിലാട്ടോ സോഫയിൽ വന്ന് കിടന്നുറങ്ങിക്കാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 4:15 കഴിയുമ്പോൾ പിന്നെയും കിച്ചണിക്ക് ഇറങ്ങി. പത്തിരി ഫുള്ള് അതുപോലെ പ്രസ്സിലാട്ടോ അമർത്തിയത്. ഇനി ബാക്കി തത്തറി ഉണ്ട്. അപ്പം ഞാൻ എടുത്തത് അളവ് തെറ്റിയിരിക്കണം കേട്ടോ. പിറ്റേന്ന് ഇത് ഫസ്റ്റത്തെ നോമ്പിൻ്റെ അല്ലേ, പിറ്റേന്ന് രാവിലെയും വൈകുന്നേരം വെളിച്ചൊക്കെ തിന്നാണ്ടായിരുന്നു. പിന്നെ ഇവള് ഇത് ആക്കണത് മറന്നു പോയിക്കണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതാക്കി കൊടുക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഓള് ശരിയാവണില്ല. സൈഡിലൊക്കെ ഇങ്ങനെ ഓട്ട വന്നിട്ട് എണ്ണ അതിൻ്റെ ഉള്ളിൽ കയറും പറഞ്ഞ് പൊന്നു ആക്കി തന്നു കുറച്ചിട്ടോ. ഓള് പരീക്ഷ കഴിഞ്ഞ് വന്ന് കുറച്ച് കിടന്നിട്ടാണ് വന്നത്. അങ്ങനെ സമൂസ മൊത്തം അങ്ങനെ സെറ്റാക്കി തന്നു. പിന്നെ കഴിഞ്ഞ് ഇവള് ജ്യൂസ് അടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നോമ്പ് പൂക്കുണ്ട് കേട്ടോ. മറ്റു അല്ലുവിൻ്റെ ഒക്കെ മുറിച്ചു. അങ്ങനെ പിന്നെ ചിക്കൻക്കുള്ള തേങ്ങ അരക്കാൻ മസാലകളും ഒക്കെ ഇട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ച്. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും അതിൽ. അങ്ങനെ ഇതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കശുവണ്ടിയൊക്കെ നെയ്യൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ചിക്കൻ കറിക്ക് ഇതാ അങ്ങനെ കുറുകിയിട്ടാട്ടോ തേങ്ങ അരച്ച് ഒഴിച്ചിക്കണം, ഇല്ലെങ്കിൽ പത്തിരിക്ക് രസം ഉണ്ടാവില്ല വെള്ളമായാൽ. പിന്നെ കുറച്ച് ചായ വെച്ചു. ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് ചായ. ജ്യൂസ് 2 ഐറ്റം ഉണ്ട്. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ, നമുക്ക് അത്ര മതിയാന്ന് അങ്ങനെ വെച്ചാട്ടോ. അപ്പോൾ 2 ഇതിൽ ഞാൻ കറിയും ഒക്കെ സെറ്റാക്കി വെച്ച് അടുക്കളയൊക്കെ ഇതാക്കി. കുറേ പാത്രങ്ങൾ മുത്തൂട്ടിയായിട്ട് കേക്ക് തന്ന് ബാക്കിയുള്ളതാണത്. പിന്നെ കേക്ക് 6 മണിയാകുമ്പോൾ ഞാൻ എന്താട്ടി അവിടെ പോയി ഇരുന്നിട്ടാ സോഫയിൽ. അപ്പോൾ എപ്പം കയറി നോക്കണം കിച്ചണിക്ക്, ഒരു ഒഴിവില്ലാത്ത പണിയെന്ന്. പിന്നെ ഇവള് ബസ്സിൽ നിന്ന് വെള്ളം കുടിച്ചത്ര നോമ്പ് മുറിച്ചിക്കണം. അപ്പോൾ വന്നേക്കണ വിശന്ന് കരഞ്ഞ് എന്തെങ്കിലും ഒക്കെ വേഗം കൊടുത്ത്. പിന്നെ തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. 2 ജ്യൂസ് പറഞ്ഞാൽ ഒന്ന് പിസ്തൻ്റെ ജ്യൂസും ഒന്ന് വത്തക്കയാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. സമൂസയും മുന്തിരിയും പിന്നെ വൃത്തകാലും അതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഓരോരുത്തരുടെ പ്ലേറ്റിൽ അങ്ങനെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾക്ക് പറ്റാത്ത ചില സാധനങ്ങളൊന്നും പറ്റൂല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതുവരെ വീഡിയോ ഇടാത്ത എന്താന്ന് കുറേ ആൾക്കാർ എത്രങ്ങോ കാണുന്നവരൊക്കെ ചോദിച്ചാൽ എന്താ അപ്പോൾ വീഡിയോ ഇല്ലാത്ത, എന്താ വീഡിയോ അത് 1 മാസമായി തോന്നണം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ കുറച്ച് തുണികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. തുണികൾ പറഞ്ഞാൽ ടീഷർട്ട്, മാക്സി, ഇതൊക്കെ അമ്പർല ചുരിദാറുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാനൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് അതോട്ട് പറയണേ. അങ്ങനത്തെ ചുരിദാറുകൾ, പിന്നെ നിക്കറുകൾ, പിന്നെ ഇതുപോലെ 2 പീസ് സെറ്റുകൾ കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള, പിന്നെ ഷർട്ടുകൾ, പാൻറ്റുകൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ 2 ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ഓല് കാണിച്ചു കൊടുത്തിട്ട് മറിച്ചിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. ഇതൊക്കെ ഒന്ന് മടക്കി. അപ്പോൾ ഇതാട്ടോ 2 പീസ് സെറ്റ് കണ്ടില്ലേ, ഇങ്ങനെ ടീഷർട്ട് പോലത്തെ ഒരിതും നമ്മൾ സാധാ 2 പീസ് തന്നെ പാൻറ്റുമാണ് കേട്ടോ. ഇതൊരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റും കേട്ടോ. നല്ല വീതിയൊക്കെ ഉള്ള ടൈപ്പാണ്. തടി ഇല്ലെങ്കിൽ കേട്ടോ, നല്ല തടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് ഷർട്ട് അത്ര ഇതാവില്ല. പിന്നെ ഇതും 2 പീസാട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിന് 190, ഇതിന് 200 ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബനിയനാണ്. നമ്മൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കലുണ്ടല്ലോ സാധാരണ, അങ്ങനത്തെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനത്തെ മോഡലാണ്. ഇതുണ്ട് കേട്ടോ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പല കളറുകളുണ്ട്, പലതുണ്ട്. പിന്നെ ഇത് കുർത്തി കേട്ടോ. നമ്മളിപ്പോൾ ജീൻസിക്ക് മോഡലായിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. 250 രൂപ കേട്ടോ. ഇതിൻ്റെ ലാർജ്, മീഡിയം അങ്ങനെ കുറച്ച് സൈസുകളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അനാർക്കലി കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് വരുന്നത് 350 70 ആ ഒരു റേഞ്ചുള്ളൂ കേട്ടോ.
പക്ഷെങ്കിലുണ്ടല്ലോ ഇത് നല്ല തുണിയാട്ടോ. ഇത് പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഇടാം, നമുക്ക് ഏതെങ്കിലും പലാസൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന 170ൻ്റെ ടോപ്പാണ് കേട്ടോ. ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ കേട്ടോ, പക്ഷെങ്കിലട്ടോ കുറേ കാലം ഉപയോഗിക്കാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതും പിന്നെ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ, ജീൻസൊക്കെ ഇടുന്ന സൈഡ് ഓപ്പണുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ കളറുകൾ. ഇപ്പോൾ ഈ 2 കളർ മാത്രമേ ഉള്ളേ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട് കോളേജ് കുട്ടികൾ കൊണ്ടുപോയിട്ട്. ഇത് പിന്നെ ഇപ്പം ഇറങ്ങിയിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ, കളർ നൈറ്റിയാണ് കണ്ടത്, സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കളർ നൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ 20 ഞാൻ ഇറക്കിയിട്ട് ആകെ ഇനിയിപ്പോൾ ഈ 2 പീസ് തന്നെ ഉള്ളൂ കേട്ടോ, ബാക്കിയായി തീർന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മാക്സിയല്ല കേട്ടോ, അത് ഫുള്ള് മാക്സിയല്ല. അപ്പോൾ ആ സ്റ്റോണിൻ്റെ വർക്കുള്ളത് ഇറക്കിയത് ഫുള്ള് തീർന്നു, ഒന്നറ്റേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് മാക്സിയാളാണ്. ഇത് ഞാൻ ഫോട്ടം ഇതിൻ്റെ ബാക്കിൽ കൊടുക്കണ്ട കേട്ടോ, മാക്സിയാളെ എല്ലാത്തിനും 230 250 കേട്ടോ. ആ സ്റ്റോണുള്ളതിൻ്റെ ഒന്നുള്ളൂ, ബാക്കിയെ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇത് വർക്ക് വരുന്നതിനൊക്കെ 250, അല്ലാത്തതിന് ഇതാ ഇങ്ങനെ വർക്ക് വരുന്നതിന് 250 കേട്ടോ, അല്ലാത്തതിനൊക്കെ 230 ഉള്ളൂ കേട്ടോ. മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ കടയിൽ എന്ത് ചെയ്യാലും നമുക്ക് ആ വിലക്ക് കിട്ടൂല. പിന്നെ ഇതൊക്കെ ടീഷർട്ടുകളാണ് കേട്ടോ. ടീഷർട്ടുകൾ ഇതിൻ്റെയൊക്കെ പല കളറുകളുണ്ട് കേട്ടോ. അതാ ഇതൊരു ടീഷർട്ടൊക്കെ വരുന്ന 170, 160, 190 ആ ഒരു റേഞ്ചിലാട്ടോ. ഇതൊക്കെ മാക്സികളാണ്. ഫോട്ടോ എടുത്തൊക്കെ തല തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്ന് മുമ്പ് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറേ ടീഷർട്ട് ഒരു 10 ഐറ്റംസൊക്കെ കയ്യിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ പോലത്തെ കൊഞ്ഞ തുണികൾ വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഹാർഡായിട്ടുള്ള നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡൽ തുണി ഞാൻ കാണിച്ചു തരാം. അതാ ഈ വരുന്നതൊക്കെ കണ്ടില്ല, ഇതിന് 200 രൂപയാണ് കേട്ടോ ഈ ഒരു ടീഷർട്ടിന്. ഇത് കുറച്ച് ഇപ്പോഴത്തെ മോഡലുമാണ്, കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പാണ്. പിന്നെ ഇതൊക്കെ ടീഷർട്ടാണ്, ഇനി വരുന്നതൊക്കെ ടീഷർട്ടുകളാണ് കേട്ടോ. ടീഷർട്ടിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് 100 രൂപ മുതൽ 200 വരെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ടോ, ഇതൊന്നാണ്. ഇനിയിപ്പോൾ അതിക്കുള്ള പാൻറ്റും ഉണ്ട് കേട്ടോ. ഈ ടീഷർട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പാൻറ്റ്, പോക്കറ്റൊക്കെ ഉള്ള പാൻറ്റുകൾ, പിന്നെ നിക്കറുകൾ, ഈ പന്തൽച്ചാനൊക്കെ പോകുമ്പോൾ ഇടുന്ന നിക്കറൊക്കെ അല്ലേ, ആ ഒരു ട്രൗസർ ബർമുട അങ്ങനെ പറയാം, അതിനൊക്കെ വില കുറവാട്ടോ. അതിന് ആകെ വരുന്നത് ചെറിയൊരു പൈസയുള്ളൂ, 70 രൂപ 60 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുട്ടീസിനുള്ള ചെറിയ ഈ മിഡിൻ്റെയും ഇതിൻ്റെ ഉടുപ്പിൻ്റെ അടിയിലൊക്കെ ഇടുന്ന ചെറിയ നിക്കറുകളില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ, 20 രൂപയുള്ളൂ. പിന്നെ ഇതൊക്കെ ടീഷർട്ട് ഞാൻ ഫുള്ള് എടുത്തിട്ട് കേട്ടോ, അത്ര ഉണ്ട്. എൻ്റെ ലെങ്ത്ത് കൂടി പോകണോണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ടീഷർട്ട് പിന്നെ കുറേ പോയിക്കണം കേട്ടോ, ഇനിയിപ്പോൾ കുറച്ചുള്ളൂ. എന്നാലും ഇതിൻ്റെയൊക്കെ കുറച്ചിട്ട് ഇതൊക്കെ പിന്നെ ഞാൻ കാണിച്ചത് 2 പീസ് കുട്ടികളായിട്ട് ഒരു മോഡൽ കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഷർട്ടാണ്, ഷർട്ടിന് വെറും 250 രൂപയുള്ളൂ കേട്ടോ. പെരുന്നാൾക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഷർട്ടാണ്. ഇതൊരു ഷർട്ടാണ്. ഷർട്ട് ഫുള്ള് എടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ, ഞാൻ ബാക്കി പിന്നെ ഇടാം.